CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ മോർഫ് ചെയ്ത ചിത്രം വിൽപ്പന നടത്തിയ കേസിൽ നിർണായക കോടതി ഇടപെടൽ. ഇരയെ കേൾക്കാതെ പ്രതി അനന്തുവിന് ജാമ്യമില്ല. അയൽവാസികളായ 70-ലേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷയിൽ മറ്റൊരു ഇരയ്ക്കുകൂടി കക്ഷി ചേരാൻ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മെത്രോപൊലിത്തയുടെ 117ാമത് ഓർമ്മ പെരുന്നാളും ബസേലിയോസ് മാർ തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബയുടെ 5ാമത് ഓർമ്മ പെരുന്നാളും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിൽ ഭക്തിനിർഭരമായി ആചരിക്കും. ഒരുക്കങ്ങളായി. ഓർത്തഡോക്സ് സഭയുടെ ആർത്താറ്റ് അരമനയിൽ നടക്കുന്ന ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കുന്നംകുളം ഓർത്തഡോക്സ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ലോഗോ പ്രകാശനവും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മെമ്പർഷിപ്പ് വിതരണവും ഞായറാഴ്ച നടക്കും. KSCB കൂനമുച്ചി സെക്ഷന്റെയും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുന്നംകുളം ആർത്താറ്റ് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്ക്. ചാലിശ്ശേരി സ്വദേശിയായ 26-കാരൻ രാഹുലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8:30 ആർത്താറ്റ് പെട്രോൾ പമ്പിന് മുമ്പിലായിരുന്നു സംഭവം. ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 11 ദിവസങ്ങളായി നടന്നുവന്ന പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകളും സമാപിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. കുന്നംകുളം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓഫ് സൈഡ് എന്ന ചിത്രത്തിന്റെ പ്രദർശനം സംഘടിപ്പിച്ചു. പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM എളവള്ളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന PR രാമകൃഷ്ണന്റെ 14ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചാലിശ്ശേരി സ്വദേശി ഗോപിനാഥ് പാലഞ്ചേരിയുടെ മരണമൊഴി എന്ന ഏകപാത്ര നാടകം ഇനി തമിഴ്നാട്ടിലും 211ാമത്തെ അവതരണമാണ് ഞായറാഴ്ച ചെന്നൈയിൽ നടക്കുന്നത്. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. CPMനെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ED നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങൾക്കെതിരെയും കള്ളക്കേസുകൾക്കെതിരെയും CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വൈദ്യുതി വിതരണത്തിൽ UDF സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും പവർ കട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും DYFI കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSCB പെരുമ്പലാവ് സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പുന്നയൂർ GLP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ആദരചടങ്ങും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.